നെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും മിന്നും താരം എപ്പിസോഡിലേക്ക് സ്വാഗതം. കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, നിറങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി. ഞാൻ പാടി കൊളവാക്കുന്നില്ല. എൻ്റെ കൂടെ മിന്നും താരം എപ്പിസോഡിൽ ഇന്ന് അതിഥിയായിട്ടുള്ളത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ച നമ്മുടെ ഹൈറേഞ്ചിന്റെ, നമ്മുടെ അടിമാലിയുടെ ഒക്കെ സ്വന്തം അഭിമാനമായ ഒരു ഗായികയാണ് ശ്രേയ ശ്രീകുമാറാണ് ഇന്ന് മിന്നും താരത്തിൽ നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത്. അപ്പം ശ്രേയക്കുട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് മിന്നും താരം എപ്പിസോഡിലൂടെ ചോദിച്ചറിയാം. നമസ്കാരം ശ്രേയ. നമസ്കാരം. എങ്ങനെ പോകുന്നു സ്കൂൾ ജീവിതവും പഠനകാലയളവും ഗാനങ്ങളും എങ്ങനെ പോകുന്നു? ഇപ്പം ഞാൻ 10th-ലാണ്. ഇപ്പൊ എക്സാംസ് ഒക്കെ നടന്നോണ്ടിരിക്ക. കുറച്ച് പാടാ, എന്നാലും കുഴപ്പമില്ല. എക്സാമിനൊക്കെ പ്രിപ്പയർ ആയി? എങ്ങനെയാണ്? എക്സാം ഒക്കെ കഴിഞ്ഞോ? എക്സാം ഇന്ന് കഴിഞ്ഞത്തോടെ കഴിഞ്ഞു. അപ്പൊ അതിന്റെ ടെൻഷൻ റിലാക്സ് ആയിട്ടല്ലേ ഇരിക്കുന്നത്? ഇപ്പൊ ടെൻഷൻ റിലാക്സ് ആവുന്ന സമയമില്ല, ഇനിയിപ്പോ SSLC വരെയല്ലേ. ഓക്കെ. എങ്ങനെ പോകുന്നു നമ്മുടെ പഠന ഇത് മാറ്റി നിർത്തിയാൽ എങ്ങനെ പോകുന്നു നമ്മുടെ സംഗീത ജീവിതം? ഇപ്പം പാട്ടൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ 10th ആയതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതായിട്ട് നിക്കുക. ഇനിയിപ്പം ഇത് കഴിഞ്ഞെല്ലാം ഒന്ന് തിരിച്ചാക്കണം. എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രേയക്കുട്ടി ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ്. കൊച്ചല്ല, കേരളമെമ്പാടും അറിയപ്പെടുന്ന നമ്മുടെ ഒരു നിരവധി ആരാധകരൊക്കെ ഉള്ള ഒരു കൊച്ചു സെലിബ്രിറ്റി കൂടിയാണ്. അപ്പൊ നമുക്കിപ്പോ പുറത്തൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ എന്താണ് ഇപ്പൊ ആൾക്കാരുടെ, പ്രത്യേകിച്ച് ടോപ്പ് സിംഗറിലൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു റിയാക്ഷൻ? അയ്യോ, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. കാരണം ടോപ്പ് സിംഗറിന് മുമ്പ് പുറത്തു പോകുമ്പം അങ്ങനെ ഇവിടെയുള്ള ആൾക്കാർക്ക് തിരിച്ചറിയില്ലായിരുന്നു. ഇപ്പൊ ടോപ്പ് സിംഗർ കഴിഞ്ഞിപ്പോ വെളിയിലേക്കൊക്കെ പോകുമ്പോ ടോപ്പ് സിംഗറിൽ പാടിയ അതെ ശ്രേയക്കുട്ടി അല്ലേ എന്ന് ചോദിക്കും. ശ്രേയക്കുട്ടി എന്തായാലും മാറ്റില്ല കേട്ടോ. ശ്രേയക്കുട്ടി അല്ലേ. പിന്നെ മോൾസിലൊക്കെ പോകുമ്പോ ഇങ്ങനെ കാണൂല ആൾക്കാര്. അപ്പൊ പറയും ശ്രേയക്കുട്ടി അല്ലേ, അയ്യോ എനിക്കൊന്ന് കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു എന്നൊക്കെ പറയും. ചിലര് ചോദിക്കും ഒരു ആന്റിയുടെ അടുത്ത് തൊട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് റിയാലിറ്റി ആണോ എന്ന് മനസ്സിലാക്കാനാണ്. കാരണം ഈ TV-യിലൂടെ കണ്ടിട്ട് ശരിക്കും ഈ സംഗീതം ഇതിന്റെ ഒരു ഐഡന്റിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇതിങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആരാണ്? ഇങ്ങനെ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ എന്ന് മുതലാണ് ഈ സംഗീതം പഠിച്ചു തുടങ്ങിയത്? അത് അച്ഛനും അമ്മയും തന്നെയാ. ഞാൻ ഇങ്ങനെ കുഞ്ഞായിരിക്കുമ്പോ ഇങ്ങനെ പാട്ട് കേട്ടിട്ട് തിരിച്ചു പാടായിരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി, അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി പാട്ട് പാടാൻ കഴിവുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് 4 വയസ്സോടെ മുല്ലക്കര സുഗുണൻ മാഷിന്റെ അടുത്ത് എന്നെ ഇരുത്തി. ആദ്യ ഗുരു മാഷ് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. മാഷിന് ക്യാൻസർ ആയിരുന്നു. എന്നിട്ട് അവിടെ ഇരുത്തിയ ശേഷം അപ്പൊ ഇങ്ങനെ ക്ലാസ് റെഗുലർ ആയിട്ടൊന്നും ഇല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് കേട്ട് അങ്ങനെ പരിചയമായിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞൊരു 5 വയസ്സ് 6 വയസ്സോടെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പാട്ട് പാടി അല്ലെ, അതൊന്ന് ആസ്വദിച്ചിട്ട് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം. സ്വർഗം മണ്ണിലുണരുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ മാഞ്ഞു പോയൊരു പൂത്താരം പോലും കൈ നിറഞ്ഞു വാസന്തം പോലെ തെളിയും എൻ ജന്മ പുണ്യം പോലെ തൂവാർമുകിലിൻ കിനാവിലെ നീ വന്നു. ഓക്കെ, ഞാനിങ്ങനെ ലയിച്ച് ആസ്വദിച്ച് ഇങ്ങനെ ഒരു കുഴപ്പമില്ല. നമുക്ക് അടുത്തടുത്ത പാട്ടുകൾ കേൾക്കാം. ഇത് ടോപ്പ് സിംഗറിൽ പാടിയിട്ടുണ്ടോ ഈ സോങ്? ഉണ്ട്. എന്തായിരുന്നു ജഡ്ജസിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ? അല്ലെങ്കിൽ അത് പാടിയപ്പോ എനിക്ക് ശരത് സാർ ഈ പാട്ട് പാടിയപ്പോ എനിക്ക് ഒരു പാട്ട് പാടി തന്നിട്ടുണ്ടായിരുന്നു, മറ്റേ ശ്രീരാഗമോ ഇല്ലേ? ശ്രീരാഗമോ. അത് ഒത്തിരി വൈറലായിരുന്നു. അത് ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് സാർ എനിക്ക് പാടി തന്നിരുന്നു. നമുക്കെന്നാ ശ്രീരാഗത്തിന്റെ പ്രിപ്പയർ ആണോ? നമുക്കൊരു 2 വരി ഒന്ന്. അയ്യോ, അത് ഓക്കെ, കുഴപ്പമില്ല. എന്താണേലും നമ്മള് ടോപ്പ് സിംഗറിൽ പാടിയിട്ടുള്ള, നമ്മളൊക്കെ TV-യിൽ കണ്ട പാട്ട് നേരിട്ട് വൈറലായ ആ സോങ് നേരിട്ട് കാണാൻ, പാടി കേട്ടതിൽ ഭയങ്കര സന്തോഷം. എനിക്ക് നേരിട്ട് ശ്രേയക്കുട്ടിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റിയതിൽ എനിക്കും സന്തോഷമുണ്ട്. അപ്പം ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഇപ്പം പദ്യപാരായണം, അല്ലെങ്കിൽ ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം എന്നിവയിലൊക്കെ ഇപ്പം സ്കൂൾ തലങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാന തലങ്ങളിലൊക്കെ നിരവധി അംഗീകാരങ്ങളൊക്കെ
വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ആ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ ഓരോ കലോത്സവ വേദികൾ നമ്മൾ തന്നെ കലോത്സവ വേദികളിൽ കഴിഞ്ഞ തവണ കണ്ടിരുന്നു. അപ്പൊ കലോത്സവ വേദികളിലൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള അംഗീകാരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ ഉള്ളൊരു നമ്മുടെ ഒരു മൈൻഡിന്റെ ആ ഒരു ഇതെങ്ങനെയാണ്, സന്തോഷം എങ്ങനെയാണ്? ഓരോ അംഗീകാരങ്ങൾ ലഭിക്കുമ്പോഴും നമുക്കൊരു എക്സ്പെക്ടഡ് അല്ലല്ലോ. ഒരു ചെറിയൊരു ഇത് കിട്ടുമ്പോ തന്നെ, ഒരു ചെറിയൊരു വേദിയിൽ പാടിയാലും ഫസ്റ്റ് കിട്ടുമ്പോ തന്നെ നമുക്കൊരു ഇത് സ്വാഭാവികമായിട്ട് ഒരുപാട് സന്തോഷം ഉണ്ടാവും. അതെ, അതുപോലെ തന്നെ ഇപ്പം സംസ്ഥാന തലത്തിലും സ്കൂൾ തലത്തിലൊക്കെ മത്സരിച്ച് ഈ പറഞ്ഞ പോലെ ലളിതാനം, പദ്യചാലും, ശാസ്ത്രീയ സംഗീതം എല്ലാത്തിനും പ്രൈസ് കിട്ടാറുണ്ടല്ലോ. എങ്ങനെയാണ് ആ ഒരു ഇത്? അയ്യോ, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാ. കാരണം ഇപ്പൊ എന്താ പറയാ, പക്ഷെ ഉണ്ടല്ലോ, ഈ ഇടുക്കി ജില്ലയില് ഇത്ര അധികം പാട്ടുകാരുണ്ട്, എന്തോരം നല്ല കുട്ടികളാ പാടുന്നേ. ഇപ്പൊ നമുക്ക് ജില്ല കലോത്സവത്തിന് ചെല്ലുമ്പോ എത്രയോ നല്ല കുട്ടികളാന്ന് പറയാ പാടുന്നത്. അപ്പം അവരിന്നൊക്കെ പാടിയിട്ട് ഫസ്റ്റ് കിട്ടാന്ന് പറയുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു. തന്നെയല്ല നമ്മള് നമ്മുടെ ജില്ലയ്ക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം വെച്ചാൽ ഒരുപാട് നല്ല കഴിവുള്ളവരുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്ത് നമ്മളൊന്ന് പോയി പുറത്തൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതൊരു വലിയ കാര്യമാണല്ലേ. പിന്നെ നിരവധി സംഗീത ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഏതൊക്കെ സംഗീത ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്? എത്രത്തോളം പാടിയിട്ടുണ്ട്? ഞാൻ ആദ്യം പാടുന്നത് അവിടെ ബാലമ്പല സിറ്റി അമ്പലത്തില് ഒരു ദേവിക്ക് വേണ്ടിയിട്ട് അന്നപൂർണേശ്വരി എന്ന് പറഞ്ഞൊരു ആൽബാ പാടുന്നത്. അത് തോമസ് എന്ന് പറഞ്ഞൊരു സാറാ മ്യൂസിക് ചെയ്ത്. അപ്പൊ അതാ ഫസ്റ്റ് പാടുന്നത്. ഒന്നില് വെച്ചിട്ട് പാടി. ഒന്നില് വെച്ചിട്ട് പിന്നെ അങ്ങ് തുടരെ സംഗീത ആൽബങ്ങളും കാര്യങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ അമ്പലത്തില് വേറൊരു അമ്പലത്തില് 7 പാട്ടുള്ള ഒരു കാസറ്റ്, അതിൽ 7 പാട്ടുണ്ട്. അത് 7 പാടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മള് ചെറുപ്പം മുതൽ ഇങ്ങനെ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മള് സ്വന്തം, എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ സ്വന്തം നാട്ടിലും വീട്ടിലും ഒക്കെ ആയിരിക്കും നമ്മളിങ്ങനെ അറിഞ്ഞു നിൽക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു വലിയൊരു വേദി ടോപ്പ് സിംഗറിലേക്ക് വന്നു. പിന്നെ അതിനുശേഷം നമുക്ക് ഈ സ്റ്റേജ് ഷോകളും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പാടാൻ പോകുമല്ലോ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ? ആദ്യം ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ അച്ഛനിങ്ങനെ ചോദിച്ചു പോയിരുന്നു, ഇങ്ങനെ ഇവിടെ പാടിപ്പിക്കോ എന്നൊക്കെ ചോദിച്ചു പോയിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ടോപ്പ് സിംഗറിന്റെ ഓഡീഷൻസിന് പോയി ഞാൻ. അപ്പൊ എനിക്ക് ഒരു ഉറപ്പില്ല, എനിക്ക് കിട്ടുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. കാരണം അതില് ഞാൻ ടോപ്പ് സിംഗർ കാണുമായിരുന്നു. അപ്പൊ അതിലൊക്കെ പാടുന്നത് ഒത്തിരി നന്നായിട്ട് പാടുന്ന ആൾക്കാർ. എനിക്ക് ഫസ്റ്റ് സീസൺ, ഞാൻ 3rd സീസൺ ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോകണം എന്നൊക്കെ. എന്നിട്ട് ഫസ്റ്റ് ഓഡീഷനിൽ പോയി. ഞങ്ങളുടെ സീസണിൽ 8 ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഡീഷന് പോയി പാസ്സായി. അപ്പോഴെനിക്ക് പ്രതീക്ഷയില്ല, കാരണം ലാസ്റ്റ് വരെ എത്തണ്ടേ. എന്നിട്ട് ഞാൻ നല്ലോണം അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, നല്ലോണം പ്രാക്ടീസ് ചെയ്തു. പിന്നെ എന്നെ പഠിപ്പിക്കുന്ന സാറും കുറെ ഇതിനു വേണ്ടിയിട്ട് തന്നെ എന്നെ ഒരുപാട് പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ പോർഷൻസും കവർ ചെയ്ത് പോയി ക്ലാസിക്കലായിട്ട്. അത് ഒത്തിരി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. അപ്പൊ അതിന്റെ ഹാർഡ് വർക്കും നമ്മുടെ പ്രയറും ഒക്കെയാണ് നേട്ടത്തിന് കഴിച്ചത്. അതുപോലെ തന്നെ അല്ലാണ്ട് ഇപ്പൊ നമ്മള് അല്ലാതെയുള്ള വേദികളിൽ അല്ലെങ്കിൽ ചാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഒരു സംഗീതം ആലപിച്ച് അങ്ങനെ ഒരു ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതെന്താണ് നമ്മുടെ ഒരു മനസ്സിൽ തട്ടിയുള്ള ഒരു വലിയ കാര്യം. ഞാൻ പാടും, കാരണം അവരുടെ ഇത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ. അതെ, അങ്ങനെ ഒരു ചാരിറ്റിക്ക് വേണ്ടി നമ്മുടെ സംഗീതം ഒരു ഇതാകുമ്പം അതിന്റെ ഒരു ഇത് വേറെ. അത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ പാടും. അച്ഛൻ ഇപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് അറിയുന്ന ആൾക്കാരാണെന്നൊന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിലായിരിക്കുമല്ലോ ഇങ്ങനെ ഗാനമേളൊക്കെ ഉണ്ടാവും. നമ്മളും അതിന്റെ അകത്ത് ഉറപ്പായിട്ടും അതൊക്കെ വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പം ചെറുപ്പം മുതല് 4 വയസ്സ് മുതൽ സംഗീതം പഠിക്കുവാണല്ലേ. അപ്പം ആദ്യത്തെ ഗുരുവിന്റെ കാര്യം നമ്മുടെ അടുത്ത് സൂചിപ്പിച്ചു. ഇപ്പം നിലവിൽ പിന്നെ ഞാൻ അറിഞ്ഞത് MG സാറിന്റെ മ്യൂസിക് അക്കാദമിയിൽ പഠിക്കുന്നുണ്ട്. അത് ടോപ്പ് സിംഗറിൽ പോയ സമയത്ത് അവിടെ പഠിച്ചിരുന്നു. ഇപ്പം നിലവിൽ നമ്മൾ ഞാൻ കോഴിക്കോട് ആനന്ദ് കാവട്ടം എന്ന ഒരു മാഷിന്റെ കീഴിലാണ്. അതെങ്ങനെയാ? അപ്പൊ നമ്മള് ഓൺലൈൻ ക്ലാസ്സുകളും മാസത്തിൽ ഒരിക്കല് കോഴിക്കോട് പോകും, അല്ലാണ്ട് ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ്. ഈ ടോപ്പ് സിംഗറിൽ വരുമ്പോഴും അതിന് മുമ്പത്തെ നമ്മുടെ ഒരു ലൈഫും അല്ലെങ്കിൽ ടോപ്പ് സിംഗറിന് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലൈഫിൽ ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അതെങ്ങനെയാണ്? ആ ഒരു ഡിഫറൻസ് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? അത് ടോപ്പ് സിംഗറിൽ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, ടോപ്പ് സിംഗറിന് മുമ്പ് ഞാൻ പാട്ട് പഠിച്ചിരുന്നു, ടോപ്പ് സിംഗർ കഴിഞ്ഞിട്ട് ഞാൻ പാട്ട് പഠിച്ചിരുന്നു. രണ്ടും ഡിഫറെന്റ് ആയിട്ടാ. കാരണം അതിന് മുമ്പ് പാട്ട് പഠിക്കാന്ന് പറയുമ്പോ പാട്ട് ജസ്റ്റ് കേൾക്കും, അതിന്റെ ഒന്ന് പാടിപ്പോവും, പിന്നെ കരൊക്കെ ഇട്ടിട്ട് പാടി സ്റ്റേജിൽ പാടാം. പക്ഷെ ടോപ്പ് സിംഗറിൽ ചെന്നപ്പോഴാണ് എനിക്ക് എങ്ങനെ പാട്ട് പഠിക്കണം, പാട്ടിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരു പാട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ അതിന്റെ എവിടം തൊട്ട് തുടങ്ങണം എന്നൊക്കെ ടോപ്പ് സിംഗർ ചെന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. അത്
അവിടെ ചെന്നപ്പോ ഒരു ലൈഫ് ചേഞ്ചർ തന്നെയായിരുന്നു. കാരണം എന്താ പറയാ, അവിടെ ജഡ്ജസിന്റെ ഒക്കെ മുമ്പിൽ നിൽക്കാൻ പറ്റാന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യം. കാരണം നമ്മള് അത് എം ജി സാറ്, ശരത് സാറ് അടക്കമുള്ള ഒരുപാട് പ്രഗത്ഭരായ ഗായകരുടെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് ഒരു വലിയ ഒരിക്കലും വിചാരിക്കുന്നില്ല നമ്മൾ അവിടെ വരെ പോയിന്നൊന്നും. കാരണം എന്റെയൊക്കെ ഡ്രീം ആയിരുന്നു എം ജി സാറിനെ കാണാമെന്നും ശരത് സാറിനെ കാണാമെന്നും. ബിന്യാന്റെ ഒക്കെ പാവായിട്ട് നമ്മളിപ്പോഴും ജഡ്ജസ് ആയിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. കോണ്ടാക്ട് ഉണ്ട്. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ, നമ്മുടെ വിശേഷങ്ങളൊക്കെ അവരായിട്ട് പങ്കുവെക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വരുമായിരുന്നു. പിന്നെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഒരു വലിയ സപ്പോർട്ടായിട്ടും, അവരില്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തില്ല. നമ്മള് ഈ കലോത്സവത്തിന്റെ വേദിയിൽ കണ്ടുമുട്ടിയിരുന്നു. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, ഓക്കെ അച്ഛനും അമ്മയും, എനിക്ക് തോന്നുന്നു അച്ഛനാണ് ഏറ്റവും കൂടുതൽ വേദികളിൽ പാട്ടിന് കൂടുതൽ വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് അച്ഛന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ പാട്ടെന്ന് പറയുമ്പോ ഞാനും അച്ഛനാണ് കോമ്പോ. കാരണം അച്ഛനാണ് ഇങ്ങനെ പാട്ട് ഇങ്ങനെ പുറകെ നടക്കും. ഇങ്ങനെ എന്താ പറയാ, ചെറുപ്പം മുതലേ അങ്ങനെ എന്താ അവിടെ പിന്നെ സാധകമൊക്കെ ചെയ്തില്ലേ നല്ല ചീത്ത കിട്ടും. അപ്പൊ എന്റെ അടുത്ത് പറയുന്ന സാധനം ചെയ്യണം, അങ്ങനെ സാധനം ചെയ്തില്ലെങ്കിൽ അടി കിട്ടും, അങ്ങനെ ഭയങ്കര ഇതാ പാട്ടിന്റെ കാര്യത്തില്. അപ്പൊ എവിടെ പോയാലും അച്ഛൻ ആ പാട്ടിന് കൂടെ വരിക. എനിക്ക് അച്ഛൻ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കോൺഫിഡൻസാ പാടുമ്പോ. നമുക്കൊരു പാട്ട് കൂടെ കേട്ടാലോ? നമ്മുടെ ശ്രീകുട്ടിക്ക് പനിയായിരുന്നു, ഞങ്ങളുടെ അടുത്ത് ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ആരോഗ്യസ്ഥിതി ഓക്കെ ആണെങ്കിൽ നോക്കിയെടുക്കാം. പക്ഷെ പനിയാണെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. അയ്യോ, ക്രിസ്മസിന്റെ പാട്ട്. അനുപമ സ്നേഹ ചൈതന്യമേ, മണ്ണിൽ പ്രകാശിച്ച വിന്ദീപമേ, ഞങ്ങളിൽ നിന്ദീപ്തി പകരണമേ യേശുവേ. സ്നേഹസ്വരൂപ സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. ഓക്കെ, എനിക്കിന്ന് ആക്ച്വലി പള്ളിയില് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. അതിന്റെ ഒരു വിഷമം എനിക്ക് സംഗീതം കേട്ടപ്പോ. അയ്യോ. ഓക്കെ, നമ്മുടെ ഒരു സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ അതിനകത്തേക്കൊക്കെ വരുമ്പോൾ, അതായത് ഇപ്പം ഓക്കെ ഒരു സൈഡിലൊരു സെലിബ്രിറ്റി ഒരു ലൈഫ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, മറിച്ച് നമ്മുടെ സ്കൂളിലേക്ക് വരുമ്പോൾ ലൈഫ്. അടിമാലി ഫാത്തിമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്? സ്കൂളിലും നല്ല സപ്പോർട്ടാ. കാരണം ടോപ്പ് സിംഗറിൽ പോയപ്പോഴാണേലും ഒരു വർഷത്തോളം എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്കൂളുകാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പിന്നെ സ്കൂളിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വിൽസൺ സാറിന്റെ, ഞാൻ ചെന്ന സമയത്തുള്ള എന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു. സാറ് ഇപ്പോഴും എന്നെ എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യും, എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ കലോത്സവത്തിനൊക്കെ ആണെങ്കിലും സാറ് എന്റെ ഐറ്റം വരുമ്പോഴത്തേക്കും കേൾക്കാനൊക്കെ വരും. പിന്നെ എന്റെ ക്ലാസ് ടീച്ചർ ജിൻസി ടീച്ചറും നല്ലോണം സപ്പോർട്ട് ചെയ്യും. എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാ സ്കൂളില്. സപ്പോർട്ടാണ്. ഇപ്പം ആദ്യത്തെ ഗുരു സുഗുണൻ സാറാണെന്ന് പറഞ്ഞല്ലോ. സാറ് നിങ്ങൾ നേരത്തെ താമസിച്ചോണ്ടിരുന്നത് തൂക്കുപാലം. ഇപ്പൊ അടിമാലിലേക്ക് വന്നിട്ട് എത്ര നാളായി? അവിടെയാണോ കൂടുതൽ ക്ലാസ്സും ജീവിതമൊക്കെ അവിടെയായിരുന്നോ? എങ്ങനെയാണ്? ഞങ്ങളെ ഫാമിലി മൊത്തം അവിടെയാ, തൂക്കുപാലം നെടുങ്കണ്ടൊക്കെ. അപ്പൊ അമ്മ ഇവിടെ SNDP VHSC ടീച്ചറാ. അപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. അടിമാലിക്ക് പിന്നെ പോകുന്നു. പിന്നെയുള്ള നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഫാത്തിമയിലാണ്. ഞാൻ ചോദിക്കട്ടെ, ശ്രീകുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടായി കാണും, സ്വന്തം പഠിച്ച സ്കൂളിൽ ഒരു ഗസ്റ്റ് ആയിട്ടൊക്കെ വരിക എന്നുള്ളത്. എല്ലാവരുടെയും ഒരു ഇങ്ങനൊരു ഗാനമൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള രംഗത്തുള്ളവരുടെ ഒരു ഡ്രീം ആയിരിക്കും. നമ്മൾ പഠിച്ച സ്കൂളിലൊന്നും നമ്മൾ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ വിശ്വദീപ്തി സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു സഹോദയ ജില്ല സഹോദയ അവിടെ വെച്ചായിരുന്നു. അപ്പൊ അവിടെ ചീഫ് ഗസ്റ്റ് ഞാനായിരുന്നു. അത് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മൾ പഠിച്ച സ്കൂളാലോ. അപ്പൊ അവിടെ നമ്മളിങ്ങനെ ഓഫീസ് റൂമിലൊക്കെ കൊണ്ടിരുത്തി, പിന്നെ പേരൊക്കെ അനൗൺസ് ചെയ്ത് സ്റ്റേജിലൊക്കെ കൊണ്ടിരുത്തി, അതൊക്കെ അയ്യോ ഒരുപാട് സന്തോഷം ഉണ്ടായി. ഉറപ്പായിട്ടും സന്തോഷമാണ്. വേറൊരു കാര്യം ഞാൻ ചോദിക്കാനുള്ളത്, ഈ നമ്മുടെ ഈ ടോപ്പ് സിംഗർ വരുന്നതിന് മുമ്പ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്നതും ഒക്കെ വളരെ ഒരു ഡിഫറെന്റ് ഉണ്ട്. കാരണം ചിലർ വന്ന് ശ്രീകുട്ടി അല്ലേ എന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ, കുറച്ചും പറഞ്ഞ ഒരാളെ തൊട്ടോട്ടെ ചോദിച്ചിട്ട് അപ്പൊ വന്ന് ആൾക്കാർ വന്ന് സെൽഫി ഒക്കെ എടുക്കുമ്പോൾ ഒരു എങ്ങനെയാ പുറത്തൊക്കെ ഇറങ്ങുമ്പോ അങ്ങനെയല്ലേ?
അതെ അതെ അതെ. ഇപ്പൊ എവിടെ പോയാലും ഇങ്ങനെ ഫോട്ടോ എടുത്താലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടൊന്നും പിന്നെ ടോപ്പ് സിംഗറിലെത്തൊന്നും ഒട്ടും വിചാരിച്ചിട്ടില്ല. അതെന്റെ അതിന്റെ പുറകിലുള്ള ഹാർഡ് വർക്കിന്റെയും പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ട്. ഫലാണ്. നമുക്കൊരു പാട്ടും കൂടി ഒന്ന് കേട്ടാലോ? जी हमें मंजूर है आपका ये फैसला, जी हमें मंजूर है आपका ये फैसला, कह रही है हर नजर बंदा परवर शुक्रिया आपकी नजरों ने समझा प्यार का काबिल मुझे आपकी नजरों ने समझा. വളരെ മനോഹരമായിട്ട് തന്നെ പാടി. Thank you. എനിക്കിതിന്റെ ഇതൊന്നും അറിയത്തില്ല, പക്ഷെ അത് കേട്ടിരുന്നു കഴിഞ്ഞാൽ വളരെ മനോഹരം. ആദ്യം പാടിയ പാട്ട് നല്ലായിരുന്നു. അറിയണ്ടോ? ഓക്കെ, താങ്ക് യു. ശ്രീകുട്ടിയുടെ അടുത്തുനിന്ന് ഒരു പാട്ടിന്റെ നല്ലതാണെന്നൊക്കെ നമുക്ക് വലിയ ഭാഗ്യാണ്. അയ്യോ. ഇനി എന്തെങ്കിലും സമയത്ത്, ഇപ്പം കുറച്ച് സമയത്തിന്റെ പരിമിതി ഉണ്ട്, നമുക്ക് ഒന്നിച്ച് എപ്പോഴെങ്കിലും ഒന്ന് പാട്ട് പാടണം അല്ലേ? ഓക്കെ, അപ്പം ഇത്രയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് നമ്മുടെ കൂടെ അച്ഛൻ ഇല്ലാണ്ടായി പോയല്ലോ അല്ലെ? അച്ഛൻ ജോലിക്ക് പോയിക്കാം. തീർച്ചയായിട്ടും എത്തിയ ഉറപ്പായിട്ട് വന്നേനെ. ആദ്യം അച്ഛൻ ഇവിടെ ഉണ്ടായേ. ഞാൻ ടോപ്പ് സിംഗറിൽ ഇങ്ങനെ നമ്മുടെ കുട്ടിയുടെ പാട്ടൊക്കെ കേൾക്കുമായിരുന്നു. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ടച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടു, അനിയന്റെ കാര്യം. അപ്പം അനിയനും ശ്രീകുട്ടിയും കൂടെ കൂടിയിട്ട് കുളിക്കാൻ പോകുന്നതും അനിയനെ കുളിപ്പിക്കുന്നതും അങ്ങനെയുള്ള. അപ്പൊ നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ട് എങ്ങനെയാണ്? അയ്യോ, ഞാനും അവനും തമ്മി 9.5 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പം അവന്റെ കുഞ്ഞിലെ തൊട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന അതെ, ഞാനത് ആ വീഡിയോയിൽ കണ്ടു. ഫുഡ് കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും ശ്രീകുട്ടി പഠിപ്പിച്ചാലാണ് പഠിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത്. ടോപ്പ് സിംഗറിൽ പോയ സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത അവനെയാ. കാരണം അവൻ കുഞ്ഞല്ലേ. അപ്പൊ അവൻ ഇങ്ങനെ കാണാണ്ട് അത്രയും നാള് നിക്കാന്നൊക്കെ അയ്യോ ഒത്തിരി ഇതായിരുന്നു. ഇത്രയും ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് മദർ പോലെ. ഇപ്പം അവൻ വലുതായി കുറച്ച് അലമ്പൊക്കെയാണ്. ഞങ്ങൾ ഇച്ചിരി അടി അങ്ങോട്ടൊക്കെ ഉണ്ടാക്കും, പക്ഷെ എന്നാലും ആ സ്നേഹം അവിടെ തന്നെ ഉണ്ട്. അത് ആ വീഡിയോ അവര് വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം എം ജി സാറും അവരൊക്കെ ഭയങ്കരമായിട്ട് പ്രശംസിച്ച ഒരു കാര്യമാണ്. ഈ ടോപ്പ് സിംഗറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മള് അത്രയും പാട്ടുകൾ നമ്മൾ പാടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും അവർ പ്രശംസിച്ച, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പ് സിംഗർ എന്ന് പറയുമ്പോ തന്നെ ഓർത്തിരിക്കാൻ പറ്റിയ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടോ നമ്മുടെ മൈൻഡില്? ഒരു പാട്ടുണ്ട്, തുറന്നിട്ട ജാലകങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ട്. ആ പാട്ട് എനിക്ക് കിട്ടുന്ന സമയത്ത് ഗ്രൂമേഴ്സ് ഒക്കെ പറഞ്ഞു നല്ല ടഫ് സോങ്ങാ, ഇപ്പളെ എടുക്കണോന്നൊക്കെ പറഞ്ഞാ. പക്ഷെ ഞാൻ എടുത്ത് പാടി. എന്നിട്ട് എല്ലാരും എണീറ്റ് കൈയൊക്കെ അടിച്ചപ്പോ ഒരുപാട് സന്തോഷം. കാരണം അങ്ങനെ പറഞ്ഞിട്ട് നമ്മള് പാടി ഇങ്ങനെ കിട്ടുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ്. അതെ അതെ. അപ്പൊ അതൊരു വലിയൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ്. നമുക്കൊരു പാട്ടും കൂടി ഒന്ന് കേട്ടാലോ? ശ്രീകുട്ടീനെ കിട്ടിയിട്ട് ഞങ്ങൾ അതിനെ വെറുതെ വിടില്ല, കുറച്ച് പാട്ടുകൾ കേട്ടിട്ടാണ് പോകുന്നത്. ഉന്നെ കാണാതൊരുകുന്നോടെ നേരം പല മാതം വരുടം മാറും നീങ്കാതരേങ്കാരം ഞാൻ താനേ നെഞ്ചോട് നെഞ്ചാക നിன்றேனே ராகங்கள் தாளங்களோட ராஜாவும் பேர் சொல்லும் பாரு செந்தாமல் நின்றாடும் செந்தேனே சங்கீதம் உண்டாகும் பேசும் பேச்சில் தான் வளையோசி கல கல கலவன கவிதைகள் படிக்குது குழு குழு தென்ற காற்றும் வீசுது சில நேரம் சில 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 என சிறுவிரல் படப்பட துடிக்குது எங்கும் தேகம் கூசுது. തീർന്നോ? കുറച്ചുകൂടെ പാടായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ എല്ലാ ലാംഗ്വേജും കവർ ചെയ്ത്. എങ്ങനെയാണ് നമ്മുടെ മലയാളത്തിന്റെ അടുത്ത് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ഇഷ്ടം കാണും. ഏത് ലാംഗ്വേജ് പാടുമ്പോഴാണ് നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പം? അങ്ങനെ എനിക്ക് മലയാളം തന്നെ കൂടുതൽ കംഫർട്ട്. കാരണം ഹിന്ദിയും തമിഴും ഒക്കെ പാടുമ്പോ അതിന്റെ അകത്ത് സ്ലാങ് വേറെ അല്ലേ. അപ്പൊ ചില വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അത് മാറിപ്പോ.
അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടാണ്. ഈ ടോപ്പ് സിംഗറിന് ശേഷം നമ്മൾ അതിനു മുമ്പ് ഒരുപാട് ആൽബത്തിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ടോപ്പ് സിംഗറിന് ശേഷം എന്തെങ്കിലും സിനിമയിലെ ചാൻസുകളോ അങ്ങനെ സംഗീതം അങ്ങനെ എന്തെങ്കിലും ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടോ, പാടിയിട്ടുണ്ടോ? ഇതുവരെ സിനിമയിലേക്ക് പോയിട്ടില്ല, ആൽബംസ് ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ടോപ്പ് സിംഗറിന് ശേഷം. വേറൊരു കാര്യം, ഈ ടോപ്പ് സിംഗറിലായിരിക്കുമ്പോഴും അതിനുശേഷവും ഒരുപാട് ഉദ്ഘാടന വേദികളിലൊക്കെ ഇപ്പം അല്ലേ നമ്മൾ തിരക്കേറി നടക്കുക. അയ്യോ അപ്പൊ ഈ ഉദ്ഘാടന ചടങ്ങിലൊക്കെ പോകുമ്പോ ഇപ്പൊ എങ്ങനെയാണ്? ഒരിടത്ത് ഇങ്ങനെ വിളിക്കുകയാണ്, ശ്രീകുട്ടി വരണം, ടോപ്പ് സിംഗറിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീകുട്ടി വരണം. നമ്മളെ നാട്ടില് തന്നെ ഉദ്ഘാടനത്തിന് പോവാന്ന് പറയുമ്പോ അതൊരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും. അതെ അതെ അതെ. അങ്ങനെ ഇപ്പൊ ഒരുപാട് വേദികൾ ഉണ്ടായിരുന്നു. സ്കൂളുകളിലായിരിക്കും കൂടുതലും പോവാ, ഇങ്ങനെ ആനുവൽ ഡേ ഇനാഗുറേഷൻ അങ്ങനെ. ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ടോപ്പ് സിംഗറിലൂടെ വളരെയധികം ജനകീയമായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഫാൻ പേജുകൾ അതുപോലെ ഫാൻസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെ ഫാൻസ് ചേട്ടന്മാരുടെയൊക്കെ ഒരു എല്ലാ ചേട്ടന്മാരും ഭയങ്കര സപ്പോർട്ടാ. ഇപ്പൊ നമ്മളൊരു ഫോട്ടോ ഇട്ടാൽ തന്നെ അതെല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ ഇടും, ഗുഡ് മോർണിംഗ് ശ്രേയക്കുട്ടി എന്നൊക്കെ പറഞ്ഞ്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ശ്രേയക്കുട്ടി ഇഷ്ടം എന്ന് പറഞ്ഞ്. അവര് ടോപ്പ് സിംഗറിന്റെ സമയത്ത് എന്നെ എന്തോരം സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ വോട്ടിങ് വന്നില്ല, എല്ലാവർക്കും അയച്ചു കൊടുത്തു. അതില് ആന്റിമാരും അങ്കിൾമാരും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് തന്നെ. ഈ ടോപ്പ് സിംഗറിലൊക്കെ പഠിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ സോങ്ങുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തവരെങ്ങനെ അവരെങ്ങനെ ഇടും അങ്ങനെയുള്ള. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത്രയും ഒരു ഫാൻസ് ഒക്കെ എന്ന് പറയുമ്പോ ഒരു പ്രൗഡല്ലേ, അങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്ത നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒരു വേറൊരു രീതിയിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഒരു പാട്ടും കൂടി ഒന്ന് നമുക്ക് പഠിയാലോ. നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാലി നിന്നെ മൂടുന്നുവോ, രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുണ്ണുന്നുവോ, പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവ പോൽ നെഞ്ചിലമരുന്നു, കുറുകെ നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു, നീ ദേവശില്പമായി ഉണരുന്നു, ഇതൊരമരഗന്ധർവയാമം, ഇതൊരനക സംഗീത സല്ലാപം, അലഞ്ഞുറിയുമാഷാഢതീരം, അതിലമൃത് പെയ്യുമേഴാം യാമം, അറിയാതെ അറിയാതെ പവിഴവാർത്തിങ്കളറിയാതെ അലയാൻ വാ പ്രണയ തൽപ്പത്തിലമരാൻ വാ. കുറെ പാട്ടുകൾ എനിക്ക് പാടിക്കണം എന്ന് സത്യം പറഞ്ഞ ആഗ്രഹമുണ്ട്, പക്ഷെ സമയത്തിന് ഒരു ചെറിയ പരിമിതി കാരണം നമുക്ക് സാധിക്കുന്നില്ല. ഇനി ശ്രീകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പം നമ്മളിവിടെ ഇടുക്കിയിലായിരുന്നു, നമ്മൾ പരിശ്രമം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രയത്നം പ്രാർത്ഥന എല്ലാം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വലിയ പ്ലാറ്റ്ഫോം കിട്ടി. ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും, ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ടാവും. അതേത് മേഖല ആയിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു മേഖലകളായിക്കോട്ടെ, അവർക്ക് അവരുടെ അടുത്ത് പറയാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? ഒരിക്കലും നമ്മൾ മടിച്ചു നിൽക്കരുത്. നമുക്ക് ഇപ്പൊ ഒരു ചെറിയ ചാൻസ് ആണെങ്കിൽ അവിടെ കയറി നമുക്ക് എന്താ പറയാ, പാട്ട് പാടാനാണോ ഡാൻസ് കളിക്കാനാണോ എന്താണെങ്കിലും നമ്മൾ അവിടെ പോയി ഒന്ന് പങ്കെടുക്കുക. അത് ജയിക്കോ തോക്കോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് പോവാന്നുള്ളതാണ്, പെർഫോം ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ആദ്യം തന്നെ എന്തായാലും നമ്മള് ജയിക്കില്ല, കാരണം അതൊരു പ്രാക്ടീസ് ആണ്. എല്ലാ സ്റ്റേജും ഓരോ പ്രാക്ടീസ് ആണെന്ന് കരുതി നമ്മള് പോവുക. ഒരിക്കലും മടിച്ചു നിൽക്കരുത്, എവിടെയാണേലും പോവുക, ട്രൈ ചെയ്തോണ്ടിരിക്കുക. വിജയം നമ്മൾ ഉറപ്പായിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മളിവിടെ കുറെ വിശേഷങ്ങളൊക്കെ ശ്രീകുട്ടിയുടെ കേട്ടു. ഇനി ഒരു സോങ് കൂടെ പാടിയിട്ട് നമ്മൾ ഏകദേശം ഒരു വൈൻഡപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇതിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, പുറത്ത് പോയി സെൽഫി എടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ കൂട്ടുകാർക്ക് എന്താണ് ഈ തൊട്ടടുത്തുള്ള, ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കുറച്ച് ഇതായിട്ട് നിൽക്കുന്നവരുടെ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ കൂട്ടുകാരുടെ ഒരു പ്രതികരണം എന്താണ്? അവര് പറയാറുണ്ട് എന്റെ കൂടെ നടന്നിട്ട് അവരെ ആൾക്കാരെ അറിയാൻ തുടങ്ങിയെന്നൊക്കെ. ഓക്കെ, ഞങ്ങളും ഒരു കൊച്ചു സെലിബ്രിറ്റി ആയി എന്നൊക്കെ പറയാറുണ്ടോ? അവരവര് പറയാറുണ്ട്. അപ്പം ഹാപ്പിയാണ് ഫുൾ ഫാമിലി, നമ്മുടെ നാട് നമ്മുടെ. അപ്പൊ ഇനി ഒരുപാട് ഈ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരുപാട് അവസരങ്ങളൊക്കെ ഇനി ലഭിക്കണം. അതുപോലെ തന്നെ സിനിമ പാട്ടുകളൊക്കെ ഞങ്ങള് ശ്രീകുട്ടിയുടെ സർക്കിൾ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കണം. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആശംസകൾ നേരുകയാണ്. നമുക്ക് ഒരുപാട് സംഗീത ആൽബങ്ങളിലും സിനിമ സോങ്ങുകളിലൊക്കെ പാടാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ
അടിമാലിയുടെ ഏറ്റവും വലിയ അഭിമാനമാണ് ഇപ്പോൾ ശ്രേയക്കുട്ടി. അപ്പൊ ഇനി ഒരുപാട് അവസരങ്ങളൊക്കെ തേടി വരട്ടെ. അപ്പൊ നമുക്ക് ഏകദേശം വൈൻഡപ്പിലേക്ക് എത്തുകയാണ്. നമുക്ക് ഒരു സോങ്ങും കൂടി ഒന്ന് കേട്ടാലോ? അണയൂ കുളിരു ചൊരിയു മഴക്കായി വരോ മുകിലിൻ ചേലത്തുമ്പിലായി അരിയ കസവു മലർത്തുന്നിവാ താഴം പൂവിനുള്ളിൽ താണിറങ്ങും കാറ്റുറങ്ങവേ താഴം പൂവിനുള്ളിൽ താണിറങ്ങും കാറ്റുറങ്ങവേ കദളി കുളിർത്തേൻ തിരിയിൽ ശലഭമിതണയെ ഞാറ്റുവേലക്കിളിയേ പാട്ടുപാടി വരുമോ കൊന്ന പൂത്ത വഴിയിൽ പൂവേളമൂത്ത വയലിൽ കാത്തു നിൽപ്പു ഞാനീ പുത്തിലങ്ങി ചോട്ടിൽ തനിയെ ഞാറ്റുവേലക്കിളിയേ പാട്ടുപാടി വരുമോ? ഓക്കെ, അപ്പം നമ്മുടെ മിന്നും താരം എപ്പിസോഡിലെ നമ്മുടെ ശ്രേയക്കുട്ടി ശ്രേയ ശ്രീകുമാർ, ഞങ്ങൾ ശ്രേയക്കുട്ടി എന്ന് വിളിക്കും. അപ്പം ശ്രേയക്കുട്ടിയുടെ കൂടെ ഇത്ര നേരം സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ, അല്ലെങ്കിൽ ടോപ്പ് സിംഗറിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിൽ, പേഴ്സണൽ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിൽ ഞങ്ങളുടെ മീഡിയാനെറ്റിന്റെ ഒരുപാട് നന്ദി പറയാണ്. താങ്ക് യു. അതെ, എനിക്കും ശ്രേയക്കുട്ടിയുടെ ഒപ്പം ഇത്ര നേരം സംസാരിക്കാൻ സാധിച്ചതിലും നേരിട്ട് പാട്ടുകൾ കേൾക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. അപ്പം മീഡിയാനെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മിന്നും താരത്തില് അതിഥിയായി എത്തിയ ശ്രേയക്കുട്ടിയുടെ പാട്ടുകളൊക്കെ ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഇനി മിന്നും താരത്തില് മറ്റ് അതിഥികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഒരിക്കൽ കൂടി ശ്രേയക്കുട്ടിക്കും ഫാമിലിക്കും താങ്ക് യു.